പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ജീവിക്കാമെന്ന് ആഗ്രഹമായി രണ്ട് ദമ്പതികൾ വിവാഹിതം ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരെ പ്രായമാണ് നമുക്ക് അത്ഭുതപ്പെടുത്തുന്നത്. പാകിസ്ഥാനിലെ ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള രണ്ടുപേരാണ്. അതിൽ ശാന്തിബായി 15 വയസ്സേ ഉള്ളൂ പെൺകുട്ടി, രവികുമാർ 17 വയസ്സ്. രണ്ടുപേരും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സംഭവമാണ്. അതായത് ഇവർ 4 മാസം മുമ്പ് വിസയ്ക്ക് അപേക്ഷിച്ചിരുന്നു. പക്ഷെ ആ യുദ്ധസമയമായതിനാൽ അവർക്ക് യാതൊരുവിധ റിപ്ലൈയും അല്ലെങ്കിൽ അനുവാദമോ ഒന്നും അനുകൂലമായിട്ടുള്ള റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അങ്ങനെ അവര് ബന്ധുക്കളുടെ വാക്കുപോലും വകവയ്ക്കാതെ ഇന്ത്യയിലേക്ക് കുടിയേറിയതാണ്. പക്ഷെ ഇന്ത്യയിലേക്ക് വരുന്ന വഴി ഭക്ഷണമോ വെള്ളമോ അങ്ങനെയുള്ള ഒന്നും തന്നെ കയ്യിലില്ല. മരുഭൂമിയാണ്. വരുന്ന വഴിയിലും ഫുള്ളും മരുഭൂമിയാണെന്ന് അറിയാൻ കഴിയുന്നത്. വരുന്ന വഴിക്ക് തന്നെ വെള്ളം പോലും കിട്ടാതെ നമ്മുടെ നജീബിന്റെ കഥ പോലെ ഒരിറ്റ് വെള്ളത്തിന് ദാഹിക്കുന്നത് പോലെ ഉള്ള സംഭവമാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. ഈ വാർത്ത വായിക്കുമ്പോൾ അതാണ് മനസ്സിലാവുന്നത്. സംഭവ സ്ഥലത്ത് നിന്നുള്ള ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ സൈഡിൽ കൊടുക്കുക. എന്തായാലും ഈ വ്യക്തിയെ അറിയുമോ എന്നൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. ഇവരെ ഫോട്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്ത് തന്നെയായാലും ഒരു എന്താ പറയാ, പ്രണയത്തിന്റെ അതീവ ഒരു ഫിനിഷിംഗ് പോയിന്റ് നിൽക്കുമ്പോഴാണ് ഇവർക്ക് ഇന്ത്യയിൽ വന്ന് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. എന്തായാലും മരണപ്പെട്ടു. നമുക്ക് ഇതിനെപ്പറ്റി ഇനിയിപ്പോൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. എങ്കിലും ഇതിനകത്ത് ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഇന്ത്യ പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഒരു പ്രത്യേക രീതിയിലാണ് പരിഗണിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് തന്നെയായാലും ചിലപ്പോൾ യുദ്ധ സമാനമായിട്ടുള്ള സമയത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അവർക്ക് ക്ഷണിക്കാമായിരുന്നു. പക്ഷെ അവർക്ക് ഫ്രീ ആയിട്ട് വരാൻ പറ്റിയിരുന്നുവെങ്കിൽ, അതായത് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വന്നിരുന്നുവെങ്കിൽ ഇന്ത്യ മുഴുവൻ ചർച്ചയാകുന്ന ഒരു വാർത്തയായി ഇത് മാറുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പേര് എങ്ങനെയാണ് ഇന്ത്യയിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമില്ല. കാരണം 15ഉം 17ഉം വയസ്സേ ഉള്ളൂ. അവർക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. ഇനി അവരവിടെ പാകിസ്ഥാനിൽ എങ്ങനെയാണ് വിവാഹപ്രായം, അവിടുത്തെ നിയമം എന്താണെന്ന് നമുക്ക് അത്ര അറിവില്ല. എങ്കിൽ തന്നെ ഇന്ത്യയിൽ വന്ന് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും അവര് ഇൻകം ചെയ്യുക അല്ലെങ്കിൽ വെൽക്കം ചെയ്യുക, നമുക്ക് അത്ര മനസ്സിലാവുന്നില്ല. എങ്കിലും പെട്ടെന്ന് ഇത് അതായത് ഇനിയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യാന്തര അതിർത്തി മറികടക്കാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു. കുടുംബത്തിന്റെ എതിർപ്പ് വകവയ്ക്കാതെ വന്നതാണ്. ഇപ്പം മരണം സംഭവിച്ചത് ഇന്ത്യയിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇനി ഈ മൃതദേഹം പാകിസ്ഥാനിലെ ഇവർ ബന്ധുക്കൾക്ക് കൈമാറണമെന്നുണ്ടെങ്കിൽ തന്നെയും വളരെയധികം ഇതിന്റെ ഓരോ ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ. ഇനി ഇന്ത്യൻ ഗവൺമെന്റ് എങ്ങനെയാണ്, വിദേശകാര്യ മന്ത്രാലയമായിട്ട് എങ്ങനെയാണ്, ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താ സംഭവിക്കാന്ന്. എന്ത് തന്നെയായാലും ഇത് വലിയ വൈറലായിട്ടില്ല. ഈ വാർത്ത മാധ്യമങ്ങളിലൊക്കെ, ദൃശ്യമാധ്യമങ്ങളിൽ വന്നോന്ന് എനിക്കത്ര അറിയില്ല. എങ്കിൽ തന്നെയും മനോരമ ന്യൂസിലാണ് ഈ വാർത്തയെ കാണുന്നത്. കാരണം ഇനിയും അവിടെ ഹിന്ദുക്കളുണ്ട്. ചിലപ്പോൾ യുദ്ധസമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ പട്ടിണിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അഥവാ അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഇന്ത്യയിൽ വന്ന് വിസ എടുത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കൊടുക്കണമെന്ന് മാത്രമേ പറയുന്നു. നന്ദി, നമസ്കാരം.